ഇപ്പോൾ മാതാവിന്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ്. ഏതാണ്ട് വലിയ രീതിയിലുള്ള ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അവർ തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി അറിയാൻ കഴിയുന്ന ഒരു വിവരം. ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരവും നേരത്തെ ഇവർ പങ്കുവച്ചിരുന്നു. ഇതെപ്പോഴാണ് നിങ്ങൾ ഈ വിവരം അറിയുന്നത്? ഞങ്ങൾ അറിയുന്നത് 6:30 മണിക്ക് ശേഷമാണ്. അതായത് ഈ പോലീസ് ഇവിടെ വരുന്നതിന് ശേഷമാണ് നാട്ടുകാരറിയുന്നത്. പോലീസും ഫയർഫോഴ്സ് അടക്കമുള്ള വന്നതിന് ശേഷമാണ് ഈ നമ്മൾ നാട്ടുകാരറിയുന്നത്. ഞങ്ങളിവിടെ വന്നു. ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഇവരെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയതിന് ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസൊക്കെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. ഗോകുലം മെഡിക്കൽ കോളേജിലാണെന്ന് അറിഞ്ഞു. ഞങ്ങൾ അവിടെ പോയി ഈ 3 പേരെയും കാണാൻ പറ്റി. അപ്പോൾ ഈ മാതാവിൻ്റെ സ്ഥിതി വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു, വളരെ ക്രിട്ടിക്കലായിരുന്നു. ഇപ്പോഴും ഗുരുതരാവസ്ഥയായി തുടരുകയാണ്. ഈ ഇളയ അനുജനും ഇവൻ്റെ സുഹൃത്തായ പെൺകുട്ടിയും തൽക്ഷണം തന്നെ മരണപ്പെട്ടു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ വലിയ തരത്തിലുള്ള ഒരു ഹോളാണ് വീണിരിക്കുന്നത്. അത് ഗണ്ണ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ചുറ്റുകൊല്ലൊണ്ടടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അങ്ങനെ സംഭവിക്കൂ എന്നാണ് ഡോക്ടർമാർ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് അവസ്ഥ. 3:30 മണിക്ക് ശേഷമാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് പോയതെന്നാണ് അവരുടെ മാതാപിതാക്കൾ പറയുന്നത്. ട്യൂഷനായി പോയി എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവരുടെ പിതാവ് അവിടുത്തെ പഞ്ചായത്ത് അംഗമടക്കം പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നായി പറയുന്നത്, അതിലെന്തെങ്കിലും തരത്തിൽ അങ്ങനെ സാമ്പത്തികവും ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എനിക്ക് അവർ ആത്മഹത്യ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ കൊല ചെയ്യപ്പെട്ടാൽ മതി. ഇത് വാപ്പയുടെ മാതാവിനെ കൊല ചെയ്തു. അതിനുശേഷം വാപ്പയുടെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊല ചെയ്യുന്നു. അത് കടബാധ്യതയാണെങ്കിൽ ഇത് ഇങ്ങനെ വരണം. പക്ഷേ ഞങ്ങൾക്ക് ഒരു സംശയമുള്ളത്, ഈ പയ്യൻ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോൾ അവർ കൊച്ചു പയ്യന്മാരല്ലേ, സ്വീകരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നത് 3 മണിക്കാണ്. അപ്പോൾ രാവിലെ തൊട്ട് ഈ കൊലപാതകങ്ങളൊക്കെ രാവിലെ അല്ല നടന്നിരിക്കുന്നത്. ഇതെല്ലാം 3:30-4 മണിക്ക് ശേഷമാണ്. ഇതെല്ലാം കൂടി 2 മണിക്കൂറിനകത്തുള്ള സംഭവമാണിത് പറയുന്നത്. എന്നിട്ടാണ് അവർ അന്വേഷണത്തിന് പോകണം. അവർ വിശ്വസിച്ചില്ല. അത് പോലീസ് അകത്ത് ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഓർമ്മ. അപ്പോൾ അവരത് വിശ്വസിച്ചില്ല. മനസ്സിലായില്ലേ? ഞാൻ വെറുതെ പറയണതായിരിക്കുന്നു. കൊടുക്കുക അവിടെ പോലീസ് അവിടുത്തെ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകുമ്പോഴാണ് അതറിയുന്നത്. മനസ്സിലായി. അവസ്ഥ എങ്ങനെയാണ്? മാല ചോദിച്ചു പറയുന്നു. വലിയാപ്പയോട് പൈസ ചോദിച്ചു. ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അവർ സ്വീകരിച്ചില്ല. അതിനുശേഷമാണ് ആ കൊലപാതകം നടന്ന ശേഷമാണ് ഇവിടേക്ക് വരുന്നത്. എല്ലാം 3:30-ക്ക് ശേഷമാണ്. കാര്യം 3:30-ക്ക് ശേഷമാണ് കുട്ടി ട്യൂഷന് വേണ്ടി വീട്ടിൽ നിന്ന് പോയത്. അവർ അപ്പോഴും സംശയിച്ചിരിക്കുകയാണ്. ഇതുവരെയും ചെല്ലാതെ വന്നപ്പോഴാണ് അവർ പഞ്ചായത്ത് മെമ്പർ ചെല്ലുകയും കൂടി ചെയ്തപ്പോൾ അവർ കൺഫേം ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഈ ഉമ്മയുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? ഉമ്മയുടെ നില ഇപ്പോൾ ഡോക്ടറെ വിളിച്ചു. അപ്പം ബ്ലഡ് അടച്ചതിന് ശേഷം ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അത് കണ്ണ് ഇങ്ങനെ അൺകോൺഷ്യസ് ആണെങ്കിലും ചെറിയ ഒരു ചേഞ്ച് ഉണ്ട്, അല്ലാതെ ക്രിട്ടിക്കൽ തന്നെയാണ്. ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ബ്രെയിൻ ഡാമേജ് ഉണ്ട്, അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ അവർ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇടയ്ക്ക് തീരെ അങ്ങ് അൺകോൺഷ്യസ് ആയതാണ്. ഇപ്പോൾ അവർ സംശയിച്ചു. പക്ഷേ ഇപ്പോൾ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഈ ഉമ്മയുടെ നിലയിൽ ഇപ്പോൾ ബ്ലഡ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു പുരോഗതി ഉണ്ട് എന്നുള്ളതാണ്. ഗുരുതരമായി പരിക്കേറ്റാണ് ഈ ഉമ്മ ആശുപത്രിയിൽ കഴിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റാണ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു 90% മുറിവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരിയ തരത്തിൽ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഈ ഡോക്ടർമാരാണ് ഇപ്പോൾ വിളിച്ചത്. അവരാണ് ഇക്കാര്യം പറഞ്ഞത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുറത്ത് വരുന്നത്. ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 75 ലക്ഷം രൂപയുടെ കടം ഇവർക്കുണ്ടായിരുന്നതായി പറയുന്നുണ്ട്. ഈ ഉമ്മയോടക്കം മാല ചോദിച്ചിരുന്നു. പണം പലരോടും ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നതിന് ശേഷം, അതായത് ഇർഫാനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഉള്ള തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിലേക്കൊക്കെ നയിച്ചത് എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് പങ്കുവച്ചത്. ഇർഫാനയുടെ മാതാപിതാക്കളടക്കം പോലീസ് സ്റ്റേഷനിൽ തുടരുന്നുണ്ട്. ഇവരോട് കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയാണിത് കാമുകയാണോ മറ്റു പെൺ സുഹൃത്താണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഉമ്മയുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും ഒടുവിലായി ഇവർ പങ്കുവയ്ക്കുന്നത്. ഡോക്ടറോടക്കം സംസാരിച്ച സമയത്ത് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. വിഷ്ണു.